ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ലെവൽ 24 ഒന്നാമത്തെ ചോദ്യം, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി. ഓപ്ഷൻസ്: 3 വർഷം, നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന് സമാനമാണ് 10 വർഷം, 5 വർഷം. ആൻസർ ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന ഗ്രേസ് പീരീഡ് എത്ര? ഓപ്ഷൻസ്: ഗ്രേസ് പീരീഡ് ഇല്ല, 1 മാസം, 3 മാസം, 1 വർഷം. ആൻസർ ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം, അനുമതിക്ക് വിരുദ്ധമായി വാഹനത്തിൽ വരുത്തുന്ന രൂപമാറ്റത്തിൻ്റെ ശിക്ഷ എന്താണ്? ഓപ്ഷൻസ്: 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന തടവ്, അല്ലെങ്കിൽ 5000 രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും. ബി, 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന തടവ്, അല്ലെങ്കിൽ 5000 രൂപ, അല്ലെങ്കിൽ രണ്ടും. സി, 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന തടവ്, അല്ലെങ്കിൽ 5000 രൂപ, അല്ലെങ്കിൽ രണ്ടും. ഡി, 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ്, അല്ലെങ്കിൽ 5000 രൂപ, അല്ലെങ്കിൽ രണ്ടും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. നാലാമത്തെ ചോദ്യം, ഒരു പുതിയ ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? ഓപ്ഷൻസ്: 1 വർഷം, 2 വർഷം, 3 വർഷം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയുത്തരമല്ല. ഓപ്ഷൻ ബി, 2 വർഷമാണ് ഉത്തരം. ഒരു പുതിയ നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സാധുതാ കാലയളവ്. അഞ്ചാമത്തെ ചോദ്യം, 2 വർഷം, 5 വർഷം, 10 വർഷം, 15 വർഷം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുന്നോട്ട് നോക്കുമ്പോഴോ റിയർ വ്യൂ മിററുകളിലൂടെ കാണാൻ കഴിയാത്ത റോഡിൻ്റെ ഭാഗങ്ങൾ. എ, ബ്ലാക്ക് സ്പോട്ട്, ബി, നോൺ വിഷൻ ഏരിയ, സി, ബ്ലൈൻഡ് സ്പോട്ട്, ഡി, ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ഡ്രൈവിംഗ് തത്വത്തിൽ MSM എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ, മിറർ സ്ലോ ഡൗൺ മാനുവർ, ബി, മിറർ സിഗ്നൽ മാനുവർ, സി, മാനുവർ സിഗ്നൽ മിറർ, ഡി, മാനുവർ ഡൗൺ സ്ലോ ഡൗൺ മിറർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, ഡ്രൈവിംഗ് തത്വത്തിൽ PSL എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എ, പൊസിഷൻ സ്പീഡ് ലുക്ക്, ബി, പൊസിഷൻ സിഗ്നൽ ലുക്ക്, സി, പില്ലർ സിഗ്നൽ ലുക്ക്, ഡി, പ്രിപ്പയർ സിഗ്നൽ ലുക്ക്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, മോട്ടോർ കാറിൽ 3-ാം രജിസ്ട്രേഷൻ മാർക്കിൻ്റെ സ്ഥാനം എവിടെയാണ്? എ, പിൻ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശം മുകളിൽ, ബി, പിൻ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വലതുവശത്ത് മുകളിൽ, സി, മുൻവശത്തെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശത്ത് മുകളിൽ, ഡി, ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വലതുവശത്ത് മുകളിൽ. ആൻസർ ഓപ്ഷൻ സി, വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശത്ത് മുകളിലാണ്. പത്താമത്തെ ചോദ്യം, പുതിയ വാഹനത്തിൻ്റെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ എ, ആദ്യ 2 വർഷത്തേക്ക് ഒഴിവാക്കി, ആദ്യ 1 വർഷത്തേക്ക് ഒഴിവാക്കി, 6 മാസത്തേക്ക് ഒഴിവാക്കി, ഇളവില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ടയറിലെ NSD എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ, നോൺ സ്റ്റോപ്പ് ഡ്രൈവ്, ബി, നോൺ സ്കിഡ് ഡ്രൈവ്, സി, നോൺ സ്കിഡ് ഡെപ്ത്, ഡി, നോൺ സ്റ്റോപ്പ് ഡെപ്ത്. സി ആണ് ഉത്തരം. TWI എന്നതുകൊണ്ട് എന്തുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് TWI? എയർ കണ്ടീഷണർ, വീൽ അലൈൻമെൻറ്റ്, ടയർ, ബ്രേക്ക് സിസ്റ്റം. TWI ഓപ്ഷൻ സി, ടയർ ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം, ഒരു മോട്ടോർ വാഹനത്തിൽ ഏത് നിറങ്ങളിലുള്ള ലൈറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത്?
എ ആംബർ ചുവപ്പ് വെള്ള, ബി നീല ചുവപ്പ് വെള്ള, സി ആംബർ വെള്ള നീല, ഡി ചുവപ്പ് വെള്ള നീല. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു സിറ്റി സർവീസ് സ്റ്റേജ് കാരേജ് ഏതോ നിറത്തിൽ പെയിന്റ് ചെയ്യണം? വിവിഡ് പിങ്ക് വെള്ള നിറവും, ബി നാരങ്ങ പച്ചയും വെള്ള നിറവും, സി ആകാശനിലയും വെള്ള നിറവും, ഡി കളർ കോഡ് ബാധകമല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം. എയർ ബാഗ് ഘടിപ്പിച്ച വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഏറ്റവും അനുകൂലമായ നിയന്ത്രണത്തിനും സുരക്ഷയ്ക്കും ചിത്രത്തിൽ കാണിച്ചിരുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് പിടിക്കേണ്ടത്? എ 10-2 എന്ന പൊസിഷനിൽ, ബി 11-1 എന്ന പൊസിഷനിൽ, സി 8-4 എന്ന പൊസിഷനിൽ, ഡി 9-3 എന്ന പൊസിഷനിൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ടയറിൽ ചാലുകൾ ഗ്രൂസ് ഇടുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻസ്: ടയറിൻ്റെ സൗന്ദര്യാത്മക ആകർഷണം വർദ്ധിപ്പിക്കുന്നതിന്, ട്രാക്ഷൻ നൽകുന്നതിനും ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും, ട്രാക്ഷൻ നൽകാനും ജലവിതരണം സുഗമമാക്കാനും, ടയറിൻ്റെ ട്രേഡ് തേയ്മാനം കുറയ്ക്കാൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 17ാമത്തെ ചോദ്യം. ഒരു റോഡപകടത്തിൽ പരിക്കേറ്റ വ്യക്തികളെ സഹായിക്കുന്ന പൗരനെ നിയമപരമോ നടപടിക്രമമോ ആയ തടസ്സങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ നിയമം ഏതാണ്? എ റോഡ് സുരക്ഷാ അതോറിറ്റി നിയമം 2007, ബി കേരള പോലീസ് ആക്ട് 2011, സി ഗുഡ് സമരിറ്റൻ നിയമം, ഡി മോട്ടോർ വാഹന നിയമം. സി ഗുഡ് സമരിറ്റൻ നിയമമാണ് ആൻസർ. ഔദ്യോഗിക അറിയിപ്പില്ലാതെ ഏത് സാഹചര്യത്തിലാണ് വേഗതാ നിയന്ത്രണങ്ങൾ നിലനിൽക്കുക? എ 1 മാസത്തിൽ കൂടുതൽ നിയന്ത്രണം നിലനിൽക്കുമ്പോൾ, ബി 1 മാസത്തിൽ താഴെ മാത്രം നിലനിൽക്കുമ്പോൾ, സി അവധി ദിവസങ്ങളിൽ, ഡി ഗതാഗത തിരക്ക് കുറവുള്ളപ്പോൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 19ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് എമർജൻസി വാഹന ഡ്രൈവർക്ക് വേഗപരിധി മറികടക്കാനുള്ള കാരണം അല്ലാത്തത്? ഓപ്ഷൻസ്: എ ആരോഗ്യത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നത്, ബി കുറ്റകൃത്യം തടയുന്നതിനു വേണ്ടി, സി തീ അണക്കുന്നതിനു വേണ്ടി, ഡി അടിയന്തര യോഗത്തിനെത്താൻ വേണ്ടി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ലെവലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമം 1988 അനുസരിച്ച് 2015 ഒക്ടോബർ 1 അതിനുശേഷമോ നിർമ്മിച്ച ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ സ്പീഡ് ലിമിറ്റിംഗ് ഉപകരണം ഉപയോഗിച്ച് സജ്ജീകരിക്കേണ്ട പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻസ്: മണിക്കൂറിൽ 50, മണിക്കൂറിൽ 60, മണിക്കൂറിൽ 70, മണിക്കൂറിൽ 80. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഈ ലെവലിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.